പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുൻപിൽ യാഗമായി. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുൻപിൽ യാഗമായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ചിന്തകളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ തക്ക സമയം. പ്രിയരെ, അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമെങ്കിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ തനിക്ക് പ്രിയനായ ലാസറിനെ കാണാൻ കഴിയും. ഇതാ തൻ്റെ സഹോദരിമാർ തനിക്ക് പ്രിയനായ ലാസറിനെ കാണാൻ കഴിയും. ലാസറിൻ്റെ സഹോദരിമാർ തനിക്ക് ദീനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ആളെ അയക്കുന്നത് നമുക്ക് ആ ഭാഗം വായിച്ച് നോക്കാൻ വ്യക്തമാണ്. എന്നാൽ ആളെ അയച്ചു കഴിയുമ്പോൾ യേശു കർത്താവ് അവരോട് മറുപടി പറയാം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രിയരെ, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലത് വേഗത്തിൽ മറുപടി വരുന്നത് കാണാം. ചിലത് താമസിക്കുമ്പോൾ നമ്മുടെ ചോദ്യം, നമ്മൾ ഇത്രയും വിളിച്ചിട്ട് ദൈവം മറുപടി തരുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനേക്കാൾ വലിപ്പമാണ് ദൈവത്തിൻ്റെ സമയം എന്നുള്ളത്. ആ സത്യം ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ ആ സമയം മുതൽ ആ വ്യക്തികൾ നിരാശപ്പെടത്തില്ല. കാരണം അവർക്കറിയാം തക്ക സമയത്ത് വഴി തുറക്കുന്ന, തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. നിങ്ങളെ ശ്രദ്ധിച്ച്, ദീനമായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് 2 ദിവസം കൂടെ ആ ദേശത്ത് പാർക്കുകയാണ്. നമുക്ക് പ്രിയരായവർ രോഗശയ്യയിലാണെങ്കിൽ നാം വേഗത്തിൽ അവരുടെ അടുക്കൽ ചെല്ലുവാൻ നോക്കും. ഇവിടെ ഞാനും നിങ്ങളെ ശ്രദ്ധിച്ചാൽ ദൈവം മിണ്ടാതിരിക്കുന്നതായിട്ടും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം വലിയൊരു ക്രൂരത കാണിക്കുന്നത് പോലെ തോന്നും. പക്ഷെ ലാസർ മരിച്ച 4-ാമത്തെ ദിവസം ഇതാ യേശു കർത്താവ് കല്ലറയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലാസറിന്റെ സഹോദരി മാർത്ത പറയുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മാർത്ത പറയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ഇതേ വാക്കുകൾ തന്നെയാണ് മറിയം ആ കാൽക്കൽ വീണ് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് മാർത്തയോട് പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദീനമായി കിടക്കുമ്പോൾ തന്നെ ലാസറിനെ യേശു സൗഖ്യമാക്കിയായിരുന്നെങ്കിൽ ആ 3 പേര് മാത്രമേ ആ സൗഖ്യം അറിയത്തുള്ളായിരുന്നു.
നിങ്ങളുടെ ചില വിഷയങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ വൈകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമയം അത് വലിയ വലിപ്പത്തിലാണ് വെളിപ്പെട്ട് വരുന്നത്. ആ ദേശം മുഴുവൻ അറിയുന്ന രീതിയിൽ ലാസറിനെ മരണത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ദേശത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. ഇന്ന് ഞാൻ ചിലവരെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് ദേശത്തിൽ നീ അവൻ്റെ വലിയ സാക്ഷിയായിത്തീരും. അവൻ്റെ മഹത്വം നീ ചുമക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുവരെയും കാണാത്ത വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണവും ഉയർപ്പുമാണെങ്കിൽ 12-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇതാ ലാസറിനെ പന്തിക്ക് ദൈവം ഇരുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നത്തെ അനുഭവങ്ങൾ മാറും. അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ദാനിയേലിനെ നോക്കിയേ. ദാനിയേൽ ഇടവിടാതെ ദൈവത്തെ സേവിച്ചവനാണ്. ദാനിയേലിന്റെ രാജാവ് പറയാണ്, ഇടവിടാതെ നീ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണോ? എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടതകളിലും, എല്ലാ വേദനയിലും, എല്ലാ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലും നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും. ദാനിയേലിന്റെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, താൻ 3 നേരവും ഇടവിടാതെ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്. പക്ഷേ ദാനിയേലിന് വിരോധമായി രേഖ എഴുതപ്പെടുകയാണ്. ഇതാ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകാലുകൾ ബന്ധിച്ച ആ സമയത്ത്, സിംഹക്കുഴിയുടെ ആ വാതിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതാണ്. കാരണം താൻ പ്രാർത്ഥിക്കുന്നവനല്ലേ. ഇതേപോലെ ചിലവര് പ്രാർത്ഥനയുടെ മറുപടി കാണാതെ നിരാശപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ തക്ക സമയം ഈ മണിക്കൂറിൽ കാണാൻ പോവുകയാണ്. ചിലവർ ഈ സമയത്ത് എന്നോട് പറയുന്ന ഒരു പദം പറയട്ടെ, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ല. ഏറ്റവും വലിയ നന്മയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കണം. ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ചിലത് തക്ക സമയത്തിൽ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ആ സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ പ്രശ്നം നിന്നെ അവസാനിപ്പിക്കാത്ത രീതിയിൽ, ആ പ്രശ്നത്തിനകത്ത് നിന്റെ തല ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഭാഗം കൂടെ നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ, നീ സ്നേഹിച്ച നിന്റെ ഏക മകനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് ദൈവം അരുൾ ചെയ്യുക. ഇതാ ഇസഹാക്കും അബ്രഹാമും 3 ദിവസത്തെ യാത്രയിൽ മോര്യാദേശത്തിലെത്തുകയാണ്. അവിടെ തൻ്റെ മകനെ യാഗം കഴിക്കേണ്ട മല അബ്രഹാം ദൂരത്തു നിന്ന് കണ്ടു. ഇനി എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നിങ്ങൾ ഈ 2 വാക്യങ്ങളൊന്ന് ആഴമായി ശ്രദ്ധിച്ചാൽ ഒരു വലിയ സത്യം കാണാൻ പറ്റും. അബ്രഹാം ഇസഹാക്കിന്റെ മുകളിലേക്ക് യാഗത്തിനുള്ള വിറകെടുത്ത് വെച്ചേക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ കൊച്ചു കുഞ്ഞല്ല. ആ വിറക് ചുമന്ന മല കയറാനുള്ള ശക്തി അവനുണ്ട്. അത്രത്തോളം വളർന്നൊരു കുഞ്ഞാണ്. ആ നിലയിൽ അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, എന്നാൽ യാഗവിറക് എവിടെയാണ്? അബ്രഹാം ആ സമയത്ത് വിശ്വാസത്തിൽ പറയുകയാണ്, ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, യഹോവ ജൈറ. നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം കരുതുന്നവരാണെന്ന് നിങ്ങൾ വിളിച്ചു പറയണം. എൻ്റെ ചിന്തയിലോട്ട് വരികയാണ്. ഇതാ ആ മലയുടെ മുകളിൽ ചെന്ന് ഇതാ അബ്രഹാം യാഗപീഠം ഒരുക്കുകയാണ്. യാഗപീഠം ഒരുക്കുമ്പോഴെങ്കിലും ദൈവപ്രവൃത്തി കാണണ്ടേ? കാരണം വിശ്വാസത്തിലല്ലേ അബ്രഹാം ഇത്രത്തോളം വന്നത്. അടുത്ത മിനിറ്റുകൾ നിങ്ങൾ നോക്കേ. യാഗപീഠം ഒരുക്കിക്കഴിഞ്ഞ് ഇസഹാക്കിന്റെ കൈകൾ കൂട്ടിക്കെട്ടി യാഗപീഠത്തിന് മേൽ കിടത്തുകയാണ്. ആ സമയത്തെങ്കിലും ദൈവം വഴി തുറക്കണ്ടേ? എൻ്റെ ഭാഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആ സമയത്തും വഴി തുറന്നില്ല. അതിന്റെ 10-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 10-ാമത്തെ വാക്യം. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ ഇറക്കേണ്ടതിന് കത്തിയെടുത്തു. 11-ാമത്തെ വാക്യം, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. 12-ാമത്തെ വാക്യം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. നിങ്ങൾ നോക്കേ, ദൈവത്തിന്റെ തക്ക സമയം എന്ന് പറയുന്നത്. പിന്നെ അബ്രഹാം തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. അബ്രഹാം കത്തിയെടുത്ത് ഉയർത്തുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമെ എന്ന് ഒറ്റ പ്രാവശ്യമല്ല വിളിച്ചത്, അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം വിളിക്കുക. ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ ആ വിളി കേൾക്കാതെ പോകുന്നുള്ള തലം ദൂതന് മനസ്സിലായി. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? തക്ക സമയം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത് അബ്രഹാമിന്റെ കത്തിയുടെ മുനയിലും ഇസഹാക്കിന്റെ കഴുത്തിന്റെ നടുവിലുമാണ് തക്ക സമയം വെളിപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിനേക്കാൾ വലിപ്പമാണ്
ദൈവത്തിൻ്റെ തക്ക സമയം ഈ ദിവസങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഒരുക്കത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ തക്ക സമയത്തുള്ള മറുപടി നിങ്ങൾ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവം കൈവിടത്തില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങളാൽ ഈ മക്കളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവേ, തക്ക സമയത്തൊരു മറുപടി ഇന്ന് അനേകരുടെ മേളിൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ സ്നേഹിതർക്ക് ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ദൈവം ഈ വചനങ്ങളിലൂടെ അവരെയും തൊടുമാറാകും. ദൈവം ചിലവർക്ക് വേണ്ടി അസാധാരണമായ വാതിലുകൾ തുറക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ ഈ സൂം ഐഡിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.